Hi everyone, today we will be dealing with Essay 501, that is audit evidence specific consideration for the selected items. ഇത് നമുക്ക് Essay 500 ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണെന്ന് പറയാം. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന 3 ഐറ്റംസിനെയാണ്: ഇൻവെൻട്രി, ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസ്, അതുപോലെ തന്നെ സെഗ്മെന്റ് ഇൻഫർമേഷൻ. സോ ഇതിനകത്ത് എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഈ 3 ഐറ്റംസിൻ്റെയും എന്തൊക്കെ കാര്യങ്ങളാണ് Essay 501 ഫോക്കസ് ചെയ്യുന്നത്? ലെറ്റ്സ് സീ. For the inventory, they are basically focusing upon the existence and condition of inventory. ഓക്കെ, എക്സിസ്റ്റൻസും കണ്ടീഷനും. സോ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ നിലവിലത്തെ കണ്ടീഷൻ എന്താ, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് പ്രൊസീജിയേഴ്സാണ് 501 പറയുന്നത്. റിഗാർഡിംഗ് ദി ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസിന് അതിനെ സംബന്ധിച്ചാണെങ്കിൽ കംപ്ലീഷൻ ആണ് നോക്കുന്നത്. കംപ്ലീറ്റ്നെസ് ഓഫ് പ്രൊവൈഡിങ് ദോസ് ഇൻഫർമേഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, that litigation and claim should be involving our entity, of course, yes. And the third one is segment information. Segment information case focus in presentation and disclosure of segment information. Okay, so we will be checking whether that is according to applicable financial reporting framework or not. Okay, let's see each by item. Yeah, the first item is inventory. So inventory il endha nammal nokkunne existence and condition. Okay, ee existence and condition nokkanengil nammal endha first procedure endha attendance വേണം. എന്തിൽ? ഫിസിക്കൽ ഇൻവെൻട്രി കൗണ്ടിങ്ങിൽ അറ്റൻഡ് ചെയ്യുക. ഇതാണല്ലോ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, സെക്കൻഡ് പ്രൊസീജിയർ നമ്മൾ ഇൻവെൻട്രി റെക്കോർഡ്സ് ഒന്ന് കംപ്ലീറ്റ്ലി ക്രോസ് ചെക്ക് ചെയ്യുക. പെർഫോമിംഗ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഓവർ എൻറ്റിറ്റീസ് ഫൈനൽ ഇൻവെൻട്രി അക്കൗണ്ട്സ് ടു ഡിറ്റർമൈൻ വെദർ ദ ആക്യുറേറ്റ്ലി റിഫ്ലക്ട് ദ ആക്ച്വൽ ഇൻവെൻട്രി കൗണ്ട് റിസൾട്ട്സ്. സോ ഫസ്റ്റ് വൺ ഫിസിക്കൽ ഇൻവെൻട്രി കൗണ്ടിങ് ആണ്. സെക്കൻഡ് വൺ ഇൻവെൻട്രി റെക്കോർഡ്സ് നമ്മൾ എന്തെങ്കിലും ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർലി ഒന്ന് ടെസ്റ്റ് ചെയ്യുക, അത് ആക്ച്വൽ ഇൻവെൻട്രി കൗണ്ട് തന്നെയാണോ നോക്കുന്നതാണ്. ഇനി ഫിസിക്കൽ ഇൻവെൻട്രി കൗണ്ടിങ്ങിൽ നമ്മൾ എന്തൊക്കെ നോക്കും? 4 കാര്യങ്ങൾ നോക്കും. ഫസ്റ്റ് തിങ് ഈസ് വി ഷുഡ് ഇവാലുവേറ്റ് ദി മാനേജ്മെൻറ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ റെക്കോർഡിംഗ് ദ റിസൾട്ട്സ് ഓഫ് ദിസ് ഫിസിക്കൽ ഇൻവെൻട്രി കൗണ്ടിങ്. അവരെന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കുന്നത്, ഇൻസ്ട്രക്ഷൻസും പ്രൊസീജിയേഴ്സും നമ്മൾ നോക്കണം. സെക്കൻഡ് തിങ്, വി ഷുഡ് ഒബ്സർവ് ദി പെർഫോമൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഫോർ ദിസ് ഇൻവെൻട്രി കൗണ്ടിങ്. നമ്മൾ ഫസ്റ്റ് അവരെന്തൊക്കെ സ്റ്റെപ്സും പ്രൊസീജിയറാണ് എടുക്കുന്നതെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. സെക്കൻഡ്, ഇത് അവരെങ്ങനെ ചെയ്യുമ്പോൾ പോയി ഒബ്സർവ് ചെയ്യണം. തേർഡ് തിങ് ഇസ് വി ഷുഡ് ഇറ്റ്സെൽഫ് ഇൻസ്പെക്ട് ദി ഇൻവെൻട്രി. ഇൻസ്പെക്ട് ചെയ്യാൻ നമുക്ക് ഇൻവെൻട്രി എന്തൊക്കെ അവസ്ഥ നമുക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കാം. ഫോർത്ത് വൺ, ടെസ്റ്റിംഗ് ദി പെർഫോം ദി ടെസ്റ്റ് കൗണ്ട്സ്. ടെസ്റ്റ് കൗണ്ട്സ് ചുമ്മാ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൗണ്ട്സ് ചെക്ക് ചെയ്യാം. 4 കാര്യങ്ങളൊക്കെ. മാനേജ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് പ്രൊസീജിയേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുക. സെക്കൻഡ്, ഒബ്സർവ് ദി ഇൻവെൻട്രി കൗണ്ടിങ്. തേർഡ്, ഇൻസ്പെക്ട് ദി ഇൻവെൻട്രി. ആൻഡ് ഫോർത്ത് വൺ ഇസ് പെർഫോം ടെസ്റ്റ് കൗണ്ട്സ്. ഓക്കെ, ഇനി ഈ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് വി ഷുഡ് സീ ദാറ്റ് ഈ ഫിസിക്കൽ ഇൻവെൻട്രി കൗണ്ടിങ്ങിൽ അറ്റൻഡൻസ് എപ്പോഴും നമ്മൾ ഈ 4 സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നത് പ്രാക്ടിക്കബിളി പോസിബിൾ ആണെങ്കിലാണ്. സോ വാട്ട് ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കബിൾ? നമുക്ക് അറ്റൻഡൻസ് പോസിബിൾ അല്ല. എപ്പോഴാണ് പ്രാക്ടിക്കബിൾ അല്ലാണ്ട് വരിക? മേ ബി ഡ്യൂ ടു ദ ലൊക്കേഷൻ ഓർ ദ നേച്ചർ ഓർ സംതിങ്. യെസ്, മേ ബി ഇറ്റ് ഈസ് പോസിങ് സം ത്രെറ്റ് ടു ദ ഓഡിറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവെൻട്രി കൗണ്ടിങ്ങിന് ഫിസിക്കൽ അറ്റൻഡൻസ് പറ്റുമോ? ഇല്ല. അങ്ങനത്തെ കേസിൽ മാത്രമാണ് ഈ എസ്എ നമുക്കൊരു റിലാക്സേഷൻ തരുന്നത്. അവർ പറയുന്നത് വി ക്യാൻ പെർഫോം ഓൾട്ടർനേറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഒബ്റ്റെയിൻ ദി സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് റിഗാർഡിംഗ് ദ എക്സിസ്റ്റൻസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ഇൻവെൻട്രി. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താ? നമ്മൾ ഇൻവെൻട്രി കൗണ്ടിങ്ങിന് മുന്നേ പർച്ചേസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ റെക്കോർഡ്സ് പ്രോപ്പറായിട്ട് നോക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് അല്ല കിട്ടുന്നത്. ലൈക്ക് നമുക്ക് സാറ്റിസ്ഫാക്ടറി അല്ല, ഇത് സഫിഷ്യന്റ് ആണ്, അപ്രോപ്രിയേറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ ഓഫ് കോഴ്സ് വിൽ മോഡിഫൈ ദ ഒപ്പീനിയൻ ബിക്കോസ് ദർ ഇസ് എ ലിമിറ്റേഷൻ ഓൺ സ്കോപ്പ്. അതുകൊണ്ട് വിൽ മോഡിഫൈ ദ ഒപ്പീനിയൻ. നമ്മൾ ശരിക്കും ഈ ലൊക്കേഷൻ ആൻഡ് നേച്ചർ ഓഫ് ദി ഇൻവെൻട്രി, ഇറ്റ് ഇസ് പോസിങ് ത്രെറ്റ് ടു ദ ഓഡിറ്റർ, ഇതൊക്കെയാണല്ലോ നമ്മൾ ഇംപ്രാക്ടിക്കബിലിറ്റിയിൽ പറഞ്ഞത്. ഇനി SA 200 സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് മാറ്റർ ഓഫ് 3 തിങ്സ്: ഡിഫിക്കൽട്ടി, ടൈം ഓർ കോസ്റ്റ്. DTC, ഡിഫിക്കൽട്ടി, ടൈം ഓർ കോസ്റ്റ്. ഇത് 3ഉം ഒരു വാലിഡ് ബേസിസ് അല്ല, ഓഡിറ്റർക്ക് പ്രാക്ടിക്കബിൾ അല്ല എന്ന് പറയാൻ. ഓഡിറ്റർക്ക് എന്തെങ്കിലും അവിടെ പോയൊരു ഡിഫിക്കൽട്ടി ഉണ്ട്, ഓക്കെ വെയിറ്റ് ചെയ്യേ, ഗോ ഫോർ ദി ഓൾട്ടർനേറ്റ് ഡേറ്റ്. ഓഡിറ്റർക്ക് സമയമല്ല, അതൊരു റീസൺ അല്ല. ഓഡിറ്റർക്ക് കോസ്റ്റ് എഫക്റ്റീവ് അല്ല, അതൊന്നും ഒരു റീസണേ അല്ല. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ ഒരു വാലിഡ് ബേസിസ് അല്ല. സോ ലെറ്റ് സി വാട്ട് ഇഫ് ദ ഇൻവെൻട്രി കൗണ്ടിങ് ഇസ് നോട്ട് പോസിബിൾ ഓൺ 31st March. നമ്മൾ ഈ ഡേറ്റിലല്ലേ നോക്കുക. ആ ഡേറ്റിൽ പറ്റിയത് എന്താ? ഓഫ് കോഴ്സ് വിൽ ഗോ ഫോർ സം ഓൾട്ടർനേറ്റ് ഡേറ്റ്. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വെദർ ദ ഇൻവെൻട്രി കൗണ്ടിങ് ഇസ് ഇഫ് ദ ഇൻവെൻട്രി കൗണ്ടിങ് ഇസ് നോട്ട് ഡൺ ഓൺ എ ഡേറ്റ് അതർ ദാൻ ഇഫ് ഇറ്റ് ഇസ് ഡൺ ഓൺ എ ഡേറ്റ് അതർ ദാൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ കേസിൽ പ്രാക്ടിക്കൽ റീസൺസ് കൊണ്ടാണ് നമ്മളങ്ങനെ മാറ്റുന്നത് കേട്ടോ. അത് പർപ്പസ്ഫുള്ളി മാറ്റുന്നതല്ല. പ്രാക്ടിക്കലി ഇപ്പോൾ 31st മാർച്ചിന് എല്ലായിടത്തും പോകാൻ പറ്റില്ലല്ലോ. ആൻഡ് ഇത് നമുക്ക് ഏത് ഡേറ്റിലും നടക്കാം. ഇത് ആനുവൽ ഇൻവെൻട്രി കൗണ്ടിങ്ങോ പെർപ്പസ് ഇൻവെൻട്രി സിസ്റ്റം ഏത് സിസ്റ്റം ആണെങ്കിലും ഇത് ഓക്കെയാണ് കേട്ടോ. ഈ 2 കേസിലും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എഫക്റ്റീവ്നെസ് ഓഫ് ദി ഇന്റേണൽ കൺട്രോൾസാണ്.
അതായത് ഇവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്സിൽ നമ്മളിപ്പോൾ കൗണ്ട് ഡേറ്റ് നമ്മളുടെ ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് ഒരു പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഇവരുടെ ഇന്റേണൽ കൺട്രോൾസിൻ്റെ എഫക്റ്റീവ്നെസ് ആണ് നമ്മൾ ബേസിക്കലി ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് എവിഡൻസ് വേണം. ഈ ദിവസങ്ങളുടെ ഇടയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിന് പ്രോപ്പറായിട്ട് എവിഡൻസും വേണം. ഓക്കെ, അത് പ്രോപ്പർലി റെക്കോർഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യുക? ദ മാറ്റേഴ്സ് ദാറ്റ് ദ ഓഡിറ്റർ ഷെൽ കൺസിഡർ വെൻ ഡിസൈനിങ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ഒബ്റ്റെയിൻ ഓഡിറ്റ് എവിഡൻസ് അബൌട്ട് ദ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി കൗണ്ട്സ് എമൗണ്ട്സ് ആർ പ്രോപ്പർലി റെക്കോർഡഡ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? ഒന്ന്, പെർപ്പച്വൽ ഇൻവെന്ററി റെക്കോർഡ്സ് പ്രോപ്പർലി അഡ്ജസ്റ്റഡ് ആണോ? ആസ് എ സെഡ് ഏർലിയർ അതിൻ്റെ എഫക്റ്റീവ്നെസ് നോക്കണം. സോ അത് പ്രോപ്പർലി അഡ്ജസ്റ്റഡ് ആണോ? ഇനി ഈ പെർപ്പച്വൽ ഇൻവെന്ററി റെക്കോർഡ്സ് റിലയബിൾ ആണോ? വെദർ ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം റിലയബിൾ സോഴ്സ്, അത് നോക്കണം. പിന്നെ ഇഫ് ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ കൗണ്ട് ആൻഡ് പെർപ്പച്വൽ റെക്കോർഡ്സ്, അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസിനുള്ള റീസൺസ് എന്താണെന്ന് നോക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ records properly adjusted ആണോ, സെക്കൻഡ് ഇസ് റിലയബിലിറ്റി ഓഫ് ദോസ് റെക്കോർഡ്സ്, ആൻഡ് തേർഡ് ഇസ് റീസൺ ഫോർ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ കൗണ്ട് ആൻഡ് ദി റെക്കോർഡ്സ്. ഓക്കെ, ഇനി ഓഡിറ്ററിന് ഇൻവെന്ററി കൗണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, എന്ത് പറ്റും? അൺഫോർസീൻ സർക്കംസ്റ്റൻസ് കണ്ട് പെട്ടെന്ന് ഇപ്പോൾ അവിടെ ഒരു ആ ഏരിയയിലൊരു ഇത് വന്നു, റൈറ്റ് വന്നു, അപ്പോൾ ഓഡിറ്റർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഫിക്കൽട്ടി, ടൈമും കോസ്റ്റും ഒന്നും ഇതിൻ്റെ ഒരു വാലിഡ് ബേസിസ് അല്ല. സോ വാട്ട് വിൽ ഡു, വിൽ പെർഫോം ദി ടെസ്റ്റ് കൗണ്ട്സ് ഓൺ ഓൾട്ടർനേറ്റ് ഡേറ്റ്. ഓക്കെ, ആൻഡ് നമ്മൾ കറക്റ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, ഈ രണ്ട് ഡേറ്റും തമ്മിലുള്ള ചേഞ്ചസ് പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഇവർ കറക്റ്റ് ചെയ്തത്, അതിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്, ഈ ഡിസ്ക്രിപ്പൻസി കണ്ടുപിടിച്ചതിനുള്ളതെന്ന് അവർ നോക്കണം. കട്ട് ഓഫ് പ്രൊസീജിയേഴ്സ് മാനേജ്മെൻറ്റ് പ്രോപ്പർലി ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കണം. ആൻഡ് അറ്റ് ലാസ്റ്റ് വി ഹാവ് ടു ഗെറ്റ് എ റെപ്രസെൻറ്റേഷൻ ഫ്രം ദി മാനേജ്മെൻറ്റ്. എന്ത് പറഞ്ഞിട്ട്? We should that they vouch for the completeness of the information providing regarding the entity and also the inventory, and also assurance with regard to the adherence to the laid down procedures for physical inventory count. അവർ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും പ്രോപ്പർലി അവർ കംപ്ലൈ ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആണെന്നും പറഞ്ഞിട്ട് റിട്ടേൺ റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. സോ ഓൾട്ടർനേറ്റ് ഇൻവെന്ററി കൗണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെ വരും? ഒന്ന്, ഓൾട്ടർനേറ്റ് ഡേറ്റിൽ പ്രൊസീജ് ചെയ്യാം. സെക്കൻഡ്, നമ്മൾ ആ ഡേറ്റ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാണോ, കട്ട് ഓഫ് പ്രൊസീജിയേഴ്സ് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കണം. റിട്ടേൺ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരണം, ഏത് കാര്യത്തിന് കംപ്ലീറ്റ്നെസ്സിനും അതുപോലെ തന്നെ ഇവർ പ്രൊസീജിയേഴ്സ് എല്ലാം പ്രോപ്പർലി അഡയർ ചെയ്തിട്ടുണ്ടെന്നുള്ളതും. ആൻഡ് വൺ തിങ് വാസ് ദാറ്റ് നമുക്ക് എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്. ഓക്കെ, യെസ്. വാട്ട് ഇഫ് ദി ഇൻവെൻട്രി ഈസ് ഇൻ ദ കസ്റ്റഡി ഓഫ് എ തേർഡ് പാർട്ടി? എന്താ, തേർഡ് പാർട്ടിൻ്റെ അടുത്താണ്, നമ്മുടെ അടുത്തില്ല ഇൻവെൻട്രി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഇൻവെൻട്രി നമ്മുടെ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് സംബന്ധിച്ച് ഭയങ്കര മെറ്റീരിയൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും സഫിഷ്യൻ്റ് പ്രോഫിറ്റ് ഓർഡർസ് വേണം. അങ്ങനെയാണെങ്കിൽ എന്താ, തേർഡ് പാർട്ടിൻ്റെ അടുത്തൊരു റിക്വസ്റ്റ് ചെയ്യാം, ഒരു കൺഫർമേഷൻ അവർ തരാൻ എത്രയാണ് എന്നുള്ള സാധനം. വേണമെങ്കിൽ നമുക്ക് ഇൻസ്പെക്റ്റീവും ചെയ്യാം, പെർഫോം ഇൻസ്പെക്ഷനും നമുക്ക് ചെയ്യാം. ഇനി വാട്ട് ഇഫ് വി ഡൗട്ട് ദി ഇൻറ്റഗ്രിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി ഓഫ് ദി തേർഡ് പാർട്ടി? അവർ കാരണമായിരുന്നു നമുക്ക് അത്ര വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ either we can attend their physical inventory counting that is being done, or we can arrange another auditor to perform to observe that process. Okay, വേറെ ആരെങ്കിലും നമുക്ക് ഏൽപ്പിക്കാം ഈ ഫിസിക്കൽ ഇൻവെന്ററി കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട്. അതായത് അവരും പോയിട്ട് ഒബ്സർവ് ചെയ്യുക, വേറെ ഓഡിറ്റർ ആണല്ലോ ഒബ്സർവ് ചെയ്യുക. പിന്നെ വി ക്യാൻ റിലേ ഓൺ ദി അനദർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് അല്ലെങ്കിൽ സർവീസ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ആ എൻറ്റിറ്റിൻ്റെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ നമുക്ക് റിലേ ചെയ്യാം. എന്തിൽ? ദാറ്റ് റിപ്പോർട്ട് ഷുഡ് ബി ഓൺ ദ അഡിക്വസി ഓഫ് ദ തേർഡ് പാർട്ടീസ് ഇന്റേണൽ കൺട്രോൾ എഫക്റ്റീവ്നെസ്. അതിൻ്റെ പേരിലുള്ള റിപ്പോർട്ടിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് പ്രോപ്പർലി ആണോ ആയിരിക്കോ അവിടെ കൗണ്ട് നടന്നിട്ടാണെന്നുള്ളത് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുമല്ലോ. ഓക്കെ, പിന്നെ തേർഡ് പാർട്ടി കയ്യിൽ വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റേഷൻ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം, വെയർ ഹൗസ് റെസിപ്റ്റ് പോലത്തെ ഡോക്യുമെൻറ്റേഷൻ റെസ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് ഈ എന്തെങ്കിലും സാധനങ്ങൾ, ഈ ഇൻവെൻട്രീസ് എന്തെങ്കിലും അവർ കൊലാറ്ററായിട്ട് അവിടെ പ്ലഡ് ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ കൺഫർമേഷൻ എടുക്കണം അവരുടെ അടുത്ത്. ഓക്കെ, ഇൻറ്റഗ്രിറ്റി ഒബ്ജക്റ്റിവിറ്റിയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വി ക്യാൻ അറേഞ്ച് അനദർ ഓഡിറ്റർ ടു അറ്റൻഡ് ദാറ്റ്. ആൻഡ് പിന്നെ നമുക്ക് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ റിപ്പോർട്ടിന് മുകളിൽ ഇവരെ ആ റിപ്പോർട്ട് കിട്ടണം നമുക്ക്. ആൻഡ് ഇൻസ്പെക്ട് ദ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ തേർഡ് പാർട്ടി ആൻഡ് ഓൾസോ റിക്വസ്റ്റ് കൺഫർമേഷൻ ഫ്രം അതർ പാർട്ടീസ് വെൻ ഇൻവെൻട്രി ഹാസ് ബീൻ പ്ലെഡ്ജ്ഡ് ആസ് എ കൊലാറ്ററൽ. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് മറ്റേ ഈ വേവിലോ ചലാൻസോ വഴിയൊക്കെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്തൊക്കെ മാറ്റേഴ്സാണ് ദാറ്റ് ആർ റെലവൻറ്റ് ഇൻ പ്ലാനിങ് ദ അറ്റൻഡൻസ് പ്ലാൻ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഒന്ന്, ലൊക്കേഷൻ. ഓക്കെ, ബിക്കോസ് ഏതൊക്കെ ലൊക്കേഷനിലുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റും എവിടേക്കാണ് കൂടുതൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെൻറ്റ് തരാൻ സാധ്യതയുള്ളത് നമ്മളൊന്ന് അറിയണം. നേച്ചർ ഓഫ് ദി ഇൻവെൻട്രി, യെസ്. നേച്ചർ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ റിലേറ്റിംഗ് ടു ദി ഇൻവെൻട്രി, യെസ്. പിന്നെ എന്തെങ്കിലും ഇൻവെൻട്രി കൗണ്ടിങ്ങിൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അവർ
ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടോ, ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻവെൻറ്ററി സിസ്റ്റം അവർക്കുണ്ടോ, അതിനുള്ള എത്രമാത്രം റിസ്ക് ഉണ്ട്, സ്റ്റേജസ് ഓഫ് കംപ്ലീഷൻ, വർക്കിംഗ് പ്രോഗ്രസ്, പിന്നെ ടൈമിങ് എത്ര ടൈമിനുള്ളതാണ്, ഏത് ദിവസത്തിലാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തെങ്കിലും ഓഡിറ്ററിൻ്റെ എക്സ്പേർട്ടിൻ്റെ ആവശ്യമുണ്ടോ. ഇഫ് നമുക്കത് പ്രോപ്പർലി ഒബ്സർവ് ചെയ്ത് നമുക്ക് മനസ്സിലാവില്ല ഒരു എക്സ്പേർട്ടിൻ്റെ വേണമെന്നാണെങ്കിൽ അതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നും കൂടെ നമ്മൾ നോക്കണം. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഫിസിക്കൽ ഇൻവെൻറ്ററി കൗണ്ടിൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. ഓക്കെ, വിത്ത് ദാറ്റ് ദ ഇൻവെൻറ്ററി പാർട്ട് ഇസ് ഡൺ. നൗ വി ഹാവ് ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസ്. ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസ് എന്തുവാ, കമ്പനിക്ക് എതിരെ എന്തെങ്കിലും ലിറ്റിഗേഷനോ ക്ലെയിം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് തിങ് ഈസ് വിൽ ഇൻക്വയർ വിത്ത് ദ മാനേജ്മെൻറ്റ്. യെസ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇൻ ഹൗസ് ലീഗൽ കൗൺസിൽസ് ഉണ്ട്, അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. നമുക്ക് TCWGയുടെ മീറ്റിംഗ്സിൻ്റെ മിനിറ്റ്സ് എടുക്കാം, അത് വെച്ച് നോക്കാം. ലീഗൽ അക്കൗണ്ട് എക്സ്പെൻഡിച്ചറിൻ്റെ അതൊന്ന് റിവ്യൂ ചെയ്യാം, അതിനകത്ത് എത്രമാത്രം എമൗണ്ട്സ് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതുവഴി നമുക്കൊന്ന് മനസ്സിലാവും. ആൻഡ് ഓഫ് കോഴ്സ് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ ഓൾസോ. ബട്ട് അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഡിറ്റർ ഈ ലിറ്റിഗേഷൻസ് ആൻഡ് ക്ലെയിംസിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ഫസ്റ്റ് അസസ് ചെയ്യണം. യു ഷുഡ് അസസ് ദാറ്റ്. And if audit procedures indicate other material litigation and claims may exist, of course we can seek the direct communication with the entity's external legal counsel. ഇത് ഒരു ലെറ്റർ ഓഫ് എൻക്വയറിയിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓഡിറ്റർ ജസ്റ്റ് കോളിംഗ് ദം ഓർ ജസ്റ്റ് മീറ്റിംഗ് പറ്റില്ല. ലെറ്റർ ഓഫ് എൻക്വയറി നിർബന്ധമായിട്ട് വേണം. ആൻഡ് ദിസ് ലെറ്റർ ഓഫ് എൻക്വയറി ഈസ് പ്രിപ്പയർഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ഓഡിറ്റർ അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, ബട്ട് സെൻഡ് ബൈ ദ ഓഡിറ്റർ. ആൻഡ് ഇൻ ദാറ്റ് ലെറ്റർ ദേ ആർ ആക്ച്വലി സ്റ്റേറ്റിംഗ് ദാറ്റ് ദിസ് എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ വുഡ് കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദ ഓഡിറ്റർ. സോ മനസ്സിലാക്കേണ്ടത് ലെറ്റർ ഓഫ് എൻക്വയറി, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ മാനേജ്മെൻറ്റ്, സെൻഡ് ബൈ ദ ഓഡിറ്റർ, ആസ്കിംഗ് ദം ടു കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി വിത്ത് ദ ഓഡിറ്റർ. ഓക്കെ, ഫൈൻ. ഇനി എന്തെങ്കിലും ലോ റെഗുലേഷൻ അങ്ങനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്റ്റേണൽ ലീഗൽ അക്കൗണ്ട്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഓൾട്ടർനേറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വിൽ പെർഫോം. ഓക്കെ, വൺ തിങ് വി ഹാവ് ടു നോട്ടീസ് ഇസ് 3 കണ്ടീഷൻസ് ഞാൻ പറയും. ഇപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയൻ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് തിങ് ഇസ് മാനേജ്മെൻറ്റ് നമ്മൾ റെഫ്യൂസ് ചെയ്യാണ്, നമുക്ക് പെർമിഷൻ തരുന്നില്ല എക്സ്റ്റേണൽ ലീഗൽ കൗൺസിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സെക്കൻഡ്, എക്സ്റ്റേണൽ ലീഗൽ കൗൺസിൽ നമുക്ക് റെസ്പോൺസ് ചെയ്ത് തരുന്നില്ല. തേർഡ് തിങ്, നമുക്ക് ഓൾട്ടർനേറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തിട്ടും നമുക്ക് കിട്ടുന്നില്ല. ലൈക്ക് ഫസ്റ്റ് രണ്ടും മാനേജ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലീഗൽ കൗൺസിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഇതിലേതെങ്കിലും ഒന്ന്. പക്ഷേ ഇത് രണ്ടിലും കോമൺ ആയിട്ട് വരേണ്ട കാര്യം, ഇത് രണ്ടും കിട്ടാത്തപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ആൾട്ടർനേറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അല്ലേ നമ്മൾ പോവുക. പക്ഷേ നമുക്ക് അവിടെ നിന്നും സഫിഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓൾട്ടർനേറ്റ്സ് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ വി ഷുഡ് മോഡിഫൈ. ഓക്കെ, ആൻഡ് ഈ കേസിൽ റെപ്രസെൻറ്റേഷൻ മാൻഡേറ്ററി ആണ് ഫ്രം മാനേജ്മെൻറ്റ് ആൻഡ് TCWG. കാരണം അവരെല്ലാം പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നും അത് പ്രോപ്പർലി അക്കൗണ്ടഡ് ആണെന്നും പറഞ്ഞിട്ട് അവരൊരു റിട്ടൺ റെപ്രസെൻറ്റേഷൻ തരണം. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ലിറ്റിഗേഷൻ ആൻഡ് ക്ലെയിംസ്. ആൻഡ് കമ്മിങ് ബാക്ക് ടു സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ, ദിറ്റ് ഇസ് എ തേർഡ് റിക്വയർമെൻറ്റ്. സെഗ്മെൻറ്റ് ഇൻഫർമേഷനിൽ നമ്മൾ എന്താ നോക്കുന്നത്, വിൽ ലുക്ക് ഓൺ ദി പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ പ്രോപ്പറാണോ, അത് ഡിസ്ക്ലോഷർ ചെയ്ത് അതിൻ്റെ ഡിസ്ക്ലോഷർ പ്രോപ്പറായിട്ടാണെന്നുള്ളതിന് വിൽ ഒബ്റ്റെയിൻ സം സഫിഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. എന്തിനാ, ഒന്ന് മാനേജ്മെൻറ്റിൻ്റെ മെത്തേഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം, ഇവരെങ്ങനെയാണ് സെഗ്മെൻറ്റ് ഇൻഫർമേഷനിലേക്ക് എത്തിയത്, സെഗ്മെൻറ്റ്സിനെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോൾ ഇത് പ്രോപ്പറാണോ, മറ്റേ അവർ യൂസ് ചെയ്തേക്കുന്ന ആ മെത്തേഡ്സിന് ചുമ്മാ നമുക്ക് ടെസ്റ്റിംഗ് നടത്തി നോക്കാം. ടെസ്റ്റിംഗ് ദ ആപ്ലിക്കേഷൻ ഓഫ് സച്ച് മെത്തേഡ്സ് ഓൾസോ ക്യാൻ ബി ഡൺ. പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുക. ഈ 2 കാര്യങ്ങളും വഴിയാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടുക. ഇനി ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയും. എക്സാമ്പിൾസ് ഓഫ് സം മാറ്റേഴ്സ് വിച്ച് ആർ റെലവൻറ്റ് ഇൻ ഒബ്റ്റെയിനിങ് ദ ഓഡിറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി മെത്തേഡ്സ് യൂസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ് ഇൻ ഡിറ്റർമൈനിങ് ദ സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ. ഒന്ന് സെയിൽസ്, ട്രാൻസ്ഫർ, ചാർജസ് ബിറ്റ്വീൻ ദ സെഗ്മെൻറ്റ്സ്. സോ ബേസിക്കലി ഇൻ്റർസെഗ്മെൻറ്റ് കാര്യങ്ങൾക്ക് തമ്മിലുള്ള ഒരു എലിമിനേഷൻ സംഭവിക്കണമല്ലോ, എലിമിനേഷൻ ഓഫ് ദി ഇൻ്റർസെഗ്മെൻറ്റ് അമൗണ്ട്സ്. സെക്കൻഡ്, കമ്പാരിസൺ വിത്ത് ദ ബജറ്റ് ആൻഡ് ദി എക്സ്പെക്റ്റഡ് തിങ്സ്. ഓക്കെ, നമുക്കൊരു വേണമെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന രീതിയിലൊക്കെ നമുക്ക് എടുക്കാം. തേർഡ്, അലൊക്കേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് അസറ്റ്സ് എമംഗ് ദി സെഗ്മെൻറ്റ്സ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് കൺസിസ്റ്റൻസി വിത്ത് ദ പ്രയർ പീരീഡ്. And if we found that there is some sort of inconsistency, then we should see whether management has adequately disclosed that there is an inconsistency. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, വിത്ത് ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ ഓൾസോ. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, വേർ ദേ ആർ ലുക്കിംഗ് ഫോർ സം ഇൻവെൻട്രി കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അതിനകത്ത് ചോദിക്കുന്നത് ഫിസിക്കൽ ഇൻവെൻട്രി കൗണ്ടിങ് പ്രോസസ്സ് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഓഫീസർ ഫ്രം ദാറ്റ് സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ഇവിടെ ഓഫീസറായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇവർ പറയണത് അത് ഇന്നപ്രോപ്പറേറ്റാണ്. ബിക്കോസ് സെയിം ഡിപ്പാർട്ട്മെൻറ്റ് അല്ല, വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. പ്രിഫറബിളി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഒരാളാണിത് സൂപ്പർവൈസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നവർ പറയുന്നത്.
പിന്നെ ഈ ഇൻവെൻട്രി നമ്മൾ ഫിസിക്കൽ കൗണ്ടിങ് നടക്കുന്ന സമയത്ത് ആക്ച്വലി ഇൻവേർഡ് മൂവ്മെൻറ്റ്സോ ഔട്ട്വേർഡ് മൂവ്മെൻറ്റ്സോ അലോ ചെയ്യാൻ പാടില്ല, ബിക്കോസ് ഇറ്റ് ക്യാൻ ഡിസ്റ്റോർട്ട് ദി റിസൾട്ട്സ് ഓർ മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ടു അറൈവ് അറ്റ് ദ പ്രോപ്പർ റിസൾട്ട്സ്. അതുകൊണ്ട് അങ്ങനെ ഇൻവേർഡ് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. ഓക്കെ. പിന്നെ വേറെ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ടീം മെമ്പേഴ്സ് ഇത് ബ്രീഫ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് ഇവരുടെ പ്ലാൻ, എങ്ങനെയാണ് ആരൊക്കെ ഏതൊക്കെ ഏരിയാസ് ചെക്ക് ചെയ്യും, എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്നുള്ളത് ബ്രീഫ് ചെയ്ത് കൊടുക്കണം. സോ ഇഫ് മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഡൂയിങ് ദാറ്റ് ഓർ മാനേജ്മെൻറ്റ് ഈസ് സൈലൻറ്റ് ഓൺ ദാറ്റ്, അങ്ങനെയാണെങ്കിലും അതൊരു എററാണ് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന്. ഓക്കെ. പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ഒക്കെ നമ്മൾ കാറ്റഗറി വൈസ് വേണം കൗണ്ട് ചെയ്യാൻ, ഓരോ പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ വെച്ചിട്ട്. വേറെ നമ്മൾ ഇത് വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ ചെയ്യണം. ഓക്കെ. ആൻഡ് നമ്മൾ ഡാമേജ്ഡ് ഓർ ഒബ്സൊലീറ്റ് ഇൻവെൻട്രീസ് ഇത് നമ്മൾ സെപ്പറേറ്റ്ലി കൗണ്ട് ചെയ്യും വേണം. അത് സെപ്പറേറ്റ് ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ആക്ച്വലി. കാരണം അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മിക്സ് ആവാൻ പാടില്ല, ക്വാളിറ്റി പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ. സോ അതിൻ്റെ ഒരു നമ്മൾ പ്രോപ്പർലി ഒരു സെപ്പറേറ്റ് ലെവലിലേക്ക് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ കൗണ്ട് ഷീറ്റില്ലേ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്, അത് എല്ലാ മെമ്പേഴ്സും സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. ഇത് പിന്നെ റെസ്പോൺസിബിൾ ഓഫീസറാണ്, ഹി വിൽ ഇൻഷുർ ദാറ്റ് ദ സ്റ്റോക്ക് ഹാസ് ബീൻ കൗണ്ടഡ് ഓർ വെരിഫൈഡ് ഇൻ ഓൾ ഏരിയാസ്. ഓക്കെ. ഇത് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നോക്കുന്നത് റെസ്പോൺസിബിൾ ഓഫീസർ ആയിരിക്കും. ബട്ട് കുറേ ടീം മെമ്പേഴ്സ് ഉണ്ടാവും. സോ ആ ടീം മെമ്പേഴ്സ് എല്ലാം ഇത് സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് SA 501.